ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 17 വാക്യം. നിനക്കു നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നാം നടക്കേണ്ട വഴി ഏതാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നന്മയുടെ വഴിയാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും വഴിയാണ്. ആ വഴിയിലൂടെ നാം നടന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തെ വിട്ട് പിശാചിൻ്റെയും ലോകത്തിൻ്റെയും വഴിയിലൂടെ നടന്നാൽ നമുക്ക് ഇടർച്ച സംഭവിക്കും. അത് തീർച്ച. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 17 വാക്യം. നിനക്കു നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നാം നടക്കേണ്ട വഴി ഏതാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നന്മയുടെ വഴിയാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും വഴിയാണ്. ആ വഴിയിലൂടെ നാം നടന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തെ വിട്ട് പിശാചിൻ്റെയും ലോകത്തിൻ്റെയും വഴിയിലൂടെ നടന്നാൽ നമുക്ക് ഇടർച്ച സംഭവിക്കും. അത് തീർച്ച. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.